ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് സദ്യ ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത്. കുറേയൊന്നുമില്ല, ഒരു 2-3 ഐറ്റംസ് കറി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അവിയലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പടവലങ്ങ, വെള്ളരിക്ക, പിന്നെ ക്യാരറ്റ്, പിന്നെ 2 ഐറ്റംസ് വാഴയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നെ മുരിങ്ങക്കായ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അവിയലിന് കട്ട് ചെയ്യുന്ന പോലെ ആ ഒരു ഷേപ്പിലൊന്ന് നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2-3 തവണ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് വേണം ഇട്ട് വയ്ക്കാനായിട്ട്. അതിനുശേഷം ഒന്ന് കഴുകിയെടുത്തു. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മാത്രം വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ, ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പം തയ്യാറാക്കിയിട്ടെടുക്കാം. 1/4 കപ്പോളം തേങ്ങ ചിരകി ഇതിലോട്ട് 2-3 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് ചതച്ച് വരുമ്പോൾ നമ്മൾ തോരൻ്റെ ടൈപ്പിനല്ല, അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് അരഞ്ഞു വരണം. ആ ഒരു പാകത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമുക്ക് ആ ഒരു അരപ്പ് ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റി ഒന്നെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അതും, പിന്നെ ഒരു 1/4 കപ്പോളം തൈരും പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല മണവും രുചിയൊക്കെയുള്ള അവിയൽ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു തോരൻ്റെ റെസിപ്പി നോക്കാം അടുത്ത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ക്യാരറ്റും ചെറിയ സവാളയും ഒരു ചെറിയൊരു പീസ് ക്യാബേജും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൊത്തി എരിഞ്ഞെടുത്തു. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1-2 കൈപ്പിടി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു മൺചട്ടി വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പിലയും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തോരൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബീട്രൂട്ട് വെച്ചിട്ടൊരു കിച്ചടി ഓർ പച്ചടി, അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. അല്ല, ഇത് ബീട്രൂട്ട് കിച്ചടിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇവിടെ ഒരു ബീട്രൂട്ട് ചെറുതാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞൊന്ന് കഴുകിയെടുത്തിട്ട് ഒരു 4-5 പീസ് എടുത്ത് മുറിച്ച് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പിനായിട്ട് 1/2 കപ്പോളം തേങ്ങ ചിരകി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 4-5 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പോളം നല്ല പുളിയുള്ള തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ബീട്രൂട്ടിൻ്റെ പീസസും കൂടെ ചേർത്തിട്ട് ആ ഒരു വെള്ളം എടുക്കുന്നില്ല, വെള്ളം ഞാൻ കളയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു പീസ് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് മാറ്റിയേക്കാം. തിളപ്പിക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, കടുക്, ചെറിയ ഉള്ളി നമുക്കൊന്ന് വട്ടത്തിന് മുറിച്ചതും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലേക്ക് ചേർത്തിട്ട് താളിച്ച് അതും കൂടെ ചേർത്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറാണ് കേട്ടോ. സദ്യയിലെ ഒരു മെയിൻ കളർഫുൾ ഐറ്റം എന്ന് പറയുന്നത് ഇതാണല്ലേ. അപ്പോൾ ഒരു ബീട്രൂട്ട് കിച്ചടി, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു രസം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഇടികല്ലിലോട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി, 5-6 ചെറിയ ഉള്ളി, പിന്നെ ഒരു 3-4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും കൂടെ ഒന്ന് ചതച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1-2 തണ്ട് കറിവേപ്പില, 2-3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് വെച്ചതാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒന്ന് അതിൻ്റെ അഴുക്കൊന്നും വീഴാത്ത രീതിയിലൊന്ന് പിഴിഞ്ഞ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം, അരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ഒന്ന് മുറിച്ചതും, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 അല്ലെങ്കിൽ 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും, അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതങ്ങ് തിളപ്പിക്കാനായിട്ട് നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ടുള്ളൊരു രസമാണ്. രസം റെഡി ആയിട്ടുണ്ട്. വെറുതെ കുടിക്കാനും നല്ലതാണ് കേട്ടോ, നമ്മൾ കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നല്ലൊരു രസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് തയ്യാറാക്കുന്നത് ഇത് സദ്യയിലെ ഒരു കളർഫുൾ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റോസും ഒരു വെള്ളയൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ സദ്യയിൽ. അപ്പോൾ നമ്മൾ വെള്ളരിക്ക വെച്ചിട്ടുള്ള ഒരു കിച്ചടിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പീസ് വെള്ളരിക്ക വേണം. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇത് ഈ ഒരു പാകത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു തക്കാളിയും 1-2 തണ്ട് പച്ചമുളകും കൂടെ 1-2 പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം ചേർത്തെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. നല്ലോണം വേവുകയും ചെയ്യണം. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട്
അടച്ചതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടപ്പുകൊണ്ട് അടച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പിനായിട്ട് ഞാൻ ഇവിടെ ഒരു അരക്കപ്പോളം തേങ്ങ ചിരകി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു പച്ചമുളക് എടുക്കും. നമ്മൾ പച്ചമുളക് ഓൾറെഡി നമ്മൾ അതിൽ അരിഞ്ഞ് ചേർത്തത് കൊണ്ട് തന്നെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 3 ചെറിയ ഉള്ളി, പിന്നെ ഒരു 1/2 തൊട്ട് 3/4 കപ്പ് വരെയൊക്കെ ആകാം തൈര്. പുളിക്ക് അനുസരിച്ചിട്ട് എടുക്കണേ. അത്യാവശ്യം ഇങ്ങനെയുള്ള കറികൾക്ക് ചെറിയൊരു പുളി നല്ലതാണ്. അപ്പോൾ ഞാൻ ഒരു തൈര് ചേർത്തിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. ഇതിൽ ഇങ്ങനെ കടുക് ചേർക്കണം. മെയിനായിട്ട് ഈ ഒരു കിച്ചടിയിൽ കടുക് എല്ലാവരും ചേർക്കാറുണ്ട്. എനിക്ക് ആ ഒരു കടുകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കടുക് ചേർക്കാത്തത്. എനിക്കെന്തോ കടുക് ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കടുക് ചേർക്കാത്തത്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്കതിൽ കടുക് താളിച്ചിരിക്കും. ഇതിൽ എല്ലാ കിച്ചടി ഐറ്റംസിലും ചെറിയ ഉള്ളിയും കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്ര ഐറ്റംസാണ് താളിച്ച് ചേർക്കുന്നത്. അപ്പോൾ അതാ കുറച്ച് കറികളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ ഒരു റെസിപ്പി വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.